السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. മഹത്തായ ഈ സദസ്സിനെ ധന്യമാക്കുന്ന ഈ സെന്ററിൻ്റെ സാരഥികളെ, ഈ കൊടും തണുപ്പിലും മഹത്തായ ഈ ഇൽമിൻ്റെ സദസ്സിൽ സന്നിഹിതരാകാൻ മനസ്സു കാണിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് അവൻ സ്വീകരിക്കുന്ന പ്രതിഫലാർഹമായ സദസ്സായി കബൂൽ ചെയ്യുമാറാകട്ടെ. നാളിതുവരെ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവമാന പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശുദ്ധമായ തൗഹീദിന്റെയും സുന്നത്തിന്റെയും മാർഗത്തിൽ ജീവിക്കുവാനും അവസാന സമയം വരെ അതിൽ ഉറച്ചു നിൽക്കാനും അവസാനം കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും അധികം ഒരു വിശ്വാസി ഗൗരവത്തോടെ കാണുന്ന ഒരു വലിയ വിഷയമാണ് നിഫാഖ്. നിഫാഖിനെ സംബന്ധിച്ച് പറയുമ്പോൾ പലപ്പോഴും മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടാനാണ് നാം ഇഷ്ടപ്പെടാറുള്ളത്. അവൻ മുനാഫിഖാണ്, അയാൾ മുനാഫിഖാണ്. ഇത് പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു വാചകമാണ്. അതിൽ നിന്ന് വ്യത്യസ്തരായിരുന്നു ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്. നമ്മളിവിടെ കേട്ട രണ്ട് സംഭവങ്ങൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും മഹാനായ ഹൻദല റളിയല്ലാഹു അൻഹുവിന്റെയും ചരിത്രത്തിൽ അവർ രണ്ടുപേരും പറഞ്ഞത് ഞാൻ മുനാഫിഖായി എന്നാണ്.
അല്ലെങ്കിൽ ഞാൻ മുനാഫിഖാണോ എന്നുള്ളതാണ്. നാഫഖ ഹല്ലല മുനാഫിഖാണ്, അല്ലാതെ നാഫഖ അബൂബക്കർ എന്നല്ല. അബൂബക്കർ മുനാഫിക്കായി എന്ന് ഹല്ലല റളിയല്ലാഹു അൻഹു പറയല്ല. അല്ലെങ്കിൽ നാഫഖ ഉമർ ഇതാ മുനാഫിഖായി എന്നല്ല, ഞാൻ മുനാഫിഖാണ്. അതല്ലെങ്കിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്, അന മിൻഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുനാഫിഖുകളുടെ ലിസ്റ്റ് തന്നപ്പോൾ ആ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടോ എന്നുള്ളതാണ്. കാരണം മഹാനായ ഇബ്നു അബി മുലൈക റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രസിദ്ധ താബിയാണ് അദ്ദേഹം, അദ്റക്തു 30 മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖാഫു നിഫാഖ അലാ നഫ്സിഹി. മഹാനായ അബൂ മുലൈക റളിയല്ലാഹു അൻഹു പറയുന്നത്, 30ഓളം വരുന്ന സ്വഹാബികളെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അദ്റക്തു 30 മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയോടൊപ്പം സഹവസിച്ച 30ഓളം സ്വഹാബികളെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അവരുമായി സംസാരിച്ചിട്ടുണ്ട്, അവരുമായി സഹവസിച്ചിട്ടുണ്ട്. കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സിഹി, അവരെല്ലാവരും സ്വന്തത്തിൽ നിഫാഖിനെ ഭയപ്പെട്ട ആളുകളാണ്, അവരിൽ നിഫാഖുണ്ടോ എന്ന് പേടിച്ച ആളുകളാണ്. ഇന്നഹു മാ മിൻഹും അഹദു യഖൂൽ ഇന്നഹു അലാ ഈമാൻ ജിബ്രീൽ വ മീകായിൽ, അവരിൽ ഒരാളും പറയുമായിരുന്നില്ല എൻ്റെ ഈമാൻ ജിബ്രീലിന്റെ ഈമാനാണ്, മീകായിലിന്റെ ഈമാനാണ്, അത്രത്തോളം ഈമാനിനെ എത്തിച്ച ആളാണ് ഞാൻ എന്ന് അവരിൽ ഒരാളും പറയുമായിരുന്നില്ല. നേരെ മറിച്ച് അവരെല്ലാവരും സ്വന്തത്തിൽ അവരുടെ കാര്യത്തിൽ നിഫാഖിനെ ഭയപ്പെട്ടവരാണ് എന്ന് പ്രഗൽഭ താബിയായ മഹാനായ ഇബ്നു അബി മുലൈക റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു വിശ്വാസിയുടെ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ അടയാളമാണ്. മഹാനായ ഹസനുൽ ബസ്രി നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഒരു താബിയാണ്. ആ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകം, ഇന്നൽ മുഅ്മിന ജമഅ ഇഹ്സാനൻ വശഫഖ, മുഅ്മിനായ ഒരു മനുഷ്യന്റെ അടയാളം ജമഅ ഇഹ്സാനൻ, എല്ലാ നന്മകളെയും അയാൾ ഒരുമിച്ച് കൂട്ടും. എവിടെയെല്ലാം നന്മകളുണ്ടോ ആ നന്മകൾ മുഴുവനും അദ്ദേഹം ആവാഹിക്കും, അല്ലെങ്കിൽ ആ നന്മകളെ മുഴുവനും ഒരുമിച്ച് കൂട്ടും. അതോടൊപ്പം തന്നെ വശഫഖതൻ, അദ്ദേഹത്തിന് ഒരു ഭയവും ഉണ്ടാകും. മുഅ്മിനാണെങ്കിൽ അവർക്കൊരു പേടിയുണ്ടാകും, ഒരു ഭയമുണ്ടാകും. അതാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഈമാനുള്ള മനുഷ്യർ, വഖുലൂബുഹും വജിലത്തുൻ, ആ നന്മകളെല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആ നന്മകളിൽ അവർ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോഴും വഖുലൂബുഹും വജിലത്തുൻ, അവരുടെ ഹൃദയം ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും. ആയിഷ ബീവി ആയിത്തിറങ്ങിയ സന്ദർഭത്തിലാണ് നബിയോട് ചോദിച്ചത്, നബിയെ അഹും യസ്റുഖൂൻ ഔ യസ്നൂൻ, ഈമാൻ ഉണ്ടെന്ന് പറയുന്നു, വിശ്വാസിയായി ജീവിക്കുന്നു, നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, പക്ഷെ എന്തുകൊണ്ടാണ് വഖുലൂബുഹും വജിലത്തുൻ, അവരുടെ ഹൃദയം ഇങ്ങനെ വിറക്കുന്നത്? അവർ വ്യഭിചാരികളോ അതല്ലെങ്കിൽ മോഷ്ടാക്കളോ ആണോ? എന്തിനാണ് പിന്നെ അവർ പേടിക്കുന്നത്? ഈമാനുള്ളവർ എന്തിനാണ് പിന്നെ പേടിക്കുന്നത്? എന്തിനാണ് അവരുടെ ഖൽബ് വിറക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി നമുക്കെല്ലാവർക്കും അറിയാം. ലാ യാ ബിന്തു സിദ്ദീഖ്, ഒരിക്കലും അവർ വ്യഭിചാരികളോ മോഷ്ടാക്കളോ ഒന്നുമല്ല. അത്തരം ഒരു തിന്മയിലേക്കോ അസാൻമാർഗിക പ്രവർത്തനങ്ങളിലേക്കോ പോകുന്നവരെല്ലാവര്. നേരെ മറിച്ച് വഹും യുസല്ലൂന വയസ്സൂമൂൻ, അവർ കൃത്യമായി നിസ്കരിക്കുന്നവരും നോമ്പ് നോക്കുന്നവരുമാണ്. പക്ഷേ വഖുലൂബുഹും വജിലത്തുൻ, എന്നാലും അവരുടെ ഹൃദയം വിറച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ആ ഹൃദയം വിറക്കുന്നത്? അല്ലാഹു അത് കബൂലാക്കിയോ, പടച്ച റബ്ബ് അത് സ്വീകരിച്ചുവോ ഇല്ലയോ എന്ന് ഉറപ്പ് അവർക്ക് കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഈമാനുള്ള ഒരു മനുഷ്യന്റെ അടയാളം ഇന്നൽ മുഅ്മിന ജമഅ ഇഹ്സാനൻ വശഫഖ, ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് പോയി കിടന്നുറങ്ങുകയല്ല, നേരെ മറിച്ച് അതിന്റെ പേരിൽ ഒരു ശഫഖത്ത് ഉണ്ടാകും, അവന്റെ മനസ്സിൽ ഒരു ഉൾഭയം ഉണ്ടാകും. പക്ഷേ ഇന്നൽ മുനാഫിഖ, മുനാഫിഖായ നിഫാഖുള്ള മനുഷ്യൻ ജമഅ ഇസാഅതൻ വ അംന, അയാൾ എല്ലാ കൊള്ളരുതായ്മകളുടെയും കൂടെ ഉണ്ടാകും. പക്ഷെ വ അംനൻ, മൂപ്പർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല.
അയാൾ നിർഭയനായി നടക്കും, ഞാൻ തികഞ്ഞവനാണ്, ഞാൻ എത്തിച്ച ആളാണ് എന്ന രൂപത്തിൽ അയാള് ജീവിച്ചു കൊണ്ടിരിക്കും എന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ആയിരുന്നില്ല റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത്. ഈമാനുള്ള മനുഷ്യരാരും അപ്രകാരമാവുകയില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ഈമാനിന്റെ കൂടെ, ഈ വിശ്വാസത്തിന്റെ കൂടെ അവരുടെ ഖൽബിൽ, അവരുടെ ഹൃദയത്തിൽ ഇത്തരമൊരു വികാരം, അവരിൽ നിഫാഖ് കടന്നു വരുന്നുണ്ടോ അല്ലെങ്കിൽ അത് അവരിൽ പ്രകടമാകുന്നുണ്ടോ എന്ന ഒരു ഭയം എപ്പോഴും അവരുടെ ഖൽബിൽ ഉണ്ടാകും എന്നാണ് മുൻഗാമികളായ ആളുകൾ നമുക്ക് വിശദീകരിച്ചു തന്നത്. എന്താണ് ഈ നിഫാഖ്? എന്താണ് ഈ കാപട്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും അത് മനസ്സിലാക്കിയവരാണ്. നിഫാഖ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളും പുറവും രണ്ടു തരത്തിലാവുക എന്നുള്ളതാണ്. ഉള്ളും പുറവും രണ്ടു തരത്തിലാവുക, പ്രകടമായതൊന്ന്, ഉള്ളിൽ വേറെ ഒന്ന്. ഈ രണ്ട് രൂപത്തിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ആ രണ്ട് രൂപത്തിൽ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ, അവരിലാണ് നിഫാഖുള്ളത്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു ജുറൈജ് റഹിമഹുല്ല പറഞ്ഞത്, അൽ മുനാഫിഖു യുഖാലിഫു ഖൗലുഹു ഫിഅലഹു. ഒരു മുനാഫിഖിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഫിഅല്, അവന്റെ പ്രവൃത്തിയും വാക്കും എതിരായിരിക്കും. വാക്കും പ്രവൃത്തിയും എതിരായിരിക്കും. വസിറുഹു അലാനിയതഹു, അവന്റെ രഹസ്യവും പരസ്യവും രണ്ട് രൂപത്തിലായിരിക്കും. വമദ്ഖലുഹു വമഖ്റജഹു, അവന്റെ പ്രവേശനവും പുറപ്പെടലും രണ്ട് രൂപത്തിലായിരിക്കും. വമശ്ഹദുഹു വമുഗീബഹു, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രത്യക്ഷവും പരോക്ഷവും രണ്ട് രൂപത്തിലായിരിക്കും. നിഫാഖ് ഒരാളിൽ വരിക എന്ന് പറഞ്ഞാൽ ഉള്ളും പുറവും രണ്ട് രൂപത്തിലാവുക, പുറത്തെ ഒരു കാര്യം കൊണ്ട് ഉള്ളിലുള്ളതിനെ മറച്ചു വെക്കുക, അതാണ് ഈ നിഫാഖ് എന്ന് പറയുന്നത്. ബാഹ്യപ്രകടനങ്ങൾ കൊണ്ട് ഉള്ളിലുള്ളതിനെ മറച്ചു വെക്കുക, അതിനാണ് നിഫാഖ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും അധികം ഗൗരവമുള്ള, ഏതുപോലെ ശിർക്ക് പോലെ, ശിർക്കിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ശിർക്കുൻ അക്ബർ ഉണ്ട്, ശിർക്കുൻ അസ്ഗർ ഉണ്ട്. വലിയ ശിർക്ക് എന്ന് പറയുന്ന ശിർക്കും ചെറിയ ശിർക്ക് എന്ന് പറയുന്ന ശിർക്കുമുണ്ട്. ഇതുപോലെ നിഫാഖിലും രണ്ടു തരം നിഫാഖുണ്ട്. ഒന്ന് വലിയ നിഫാഖ്, നിഫാഖുൻ അക്ബർ എന്ന് പറയാവുന്ന വലിയ നിഫാഖ്, അതോടൊപ്പം തന്നെ നിഫാഖുൻ അസ്ഗർ എന്ന് പറയാവുന്ന ചെറിയ നിഫാഖ്. രണ്ടു തരം നിഫാഖുകൾ. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നിടത്ത് തന്നെ, സൂറത്തുൽ ബഖറ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല, പടച്ചവൻ മനുഷ്യ സമൂഹത്തെ, അല്ലെങ്കിൽ ഈ പറയുന്ന മനുഷ്യർക്കിടയിലുള്ള ആ ജനവിഭാഗങ്ങളെ മൂന്ന് തരക്കാരായി വിശദീകരിച്ചു. അതിൽ നമുക്കറിയാം ആദ്യത്തെ വിഭാഗമാരാണ്? മുത്തഖുകളായ ആളുകൾ. ആ മുത്തഖുകളായ ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചു. എത്ര ആയത്താണ് മുത്തഖുകളെ സംബന്ധിച്ച് പറയാനുള്ളത്? എത്ര ആയത്താണുള്ളത്? തണുപ്പ് മാറാൻ നല്ലൊരു പണിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയുന്ന ആയത്തൊക്കെ ഓതിയാൽ മതി, തണുപ്പൊക്കെ ഇങ്ങോട്ട് പോകും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ബാക്കി എന്താണ്? ആരാണ് മുത്തഖ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന അസ്സലാഹ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ والذين يؤمنون بما أنزل إليه وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. എത്ര ആയത്തുണ്ട് മുത്തഖുകളെ സംബന്ധിച്ച് പറയാൻ? എനിക്ക് കണക്കറിയാത്തതുകൊണ്ടാണോ അത് നിങ്ങൾക്ക് കണക്കറിയാത്തതുകൊണ്ടാണോ? എത്ര ആയത്താണുള്ളത്? 3 ആയത്തുകൾ. ആരെപ്പറ്റി പറയാൻ? മുത്തഖുകളായ ആളുകളെ സംബന്ധിച്ച് പറയാൻ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആരെക്കുറിച്ചാണ്? കാഫിറുകളായ, അവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചാണ് പിന്നെ പറയുന്നത്. എന്താ അല്ലാഹു ഇവിടെ പറഞ്ഞത്? ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻസിർഹും ലാ യുഅ്മിനൂൻ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അദീം. എത്ര ആയത്താ പറഞ്ഞത്? 2 ആയത്ത്. ആരെക്കുറിച്ച്? കാഫിറുകളായ ആളുകളെ കുറിച്ച്. അപ്പോ മുത്തഖുകളായ ആളുകൾ, അവരെ സംബന്ധിച്ച് അല്ലാഹു അവരെ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ചത് 3 ആയത്താണ്. അത് കഴിഞ്ഞ് കാഫിറുകളായ ആളുകളെ സംബന്ധിച്ച് പറയാൻ അല്ലാഹു ഉപയോഗിച്ചത് 2 ആയത്താണ്.
മുനാഫിക്കുകളായ ആളുകളെ കുറിച്ചാണ് പിന്നെ പറയുന്നത്. ഈ മുനാഫിക്കുകളായ ആളുകളെ പരിചയപ്പെടുത്താൻ എത്ര ആയത്തുള്ളത്? 13 ആയത്താണ്. മുനാഫിക്കുകളായ ആളുകളെ പരിചയപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ മാറ്റിവെക്കുന്നത് എത്ര? 13 ആയത്താണ്. മുത്തഖുകളെ കുറിച്ച് പറയാൻ 3, കാഫിറുകളായ ആളുകളെ പറയാൻ 2, മുനാഫിക്കുകളായ ആളുകളെ സംബന്ധിച്ച് വിശദീകരിക്കാൻ, അവരുടെ സ്വഭാവങ്ങൾ, അവരുടെ അടയാളങ്ങൾ വിശദീകരിക്കുവാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ മാറ്റിവെക്കുന്നത് 13 ആയത്തുകളാണ്. ശുദ്ധ ഖുർആനിലെ അധ്യായത്തിന്റെ പേര് തന്നെ എന്താണ്? മുനാഫിഖൂൻ. ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മുനാഫിഖൂൻ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ആ ഖുർആനിൽ അവതരിപ്പിച്ചു തരികയാണ്. എന്തിനാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ നിഫാഖ് കടന്നു വരുന്നതോടുകൂടി അവനൊരു മാനസിക രോഗിയാകുന്നു എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. അവൻ ആരാണ്? ഒരു സൈക്കോപാത്താണ്, അവൻ മനോരോഗിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഫീ ഖുലൂബിഹിം മറദ്, ഒരു സ്ഥലത്തല്ല, വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ ആവർത്തിച്ചൊരു വാചകമാണ്. എന്ത്? ഫീ ഖുലൂബിഹിം മറദ്, അവരുടെ മനസ്സിന് രോഗമുണ്ട്. അവരാരാണ്? മുനാഫിക്കുകൾ ആരാണ്? മനോരോഗികളാണ്. അവര്. ഫസഅദഹുമുല്ലാഹു മറള, അവർ രോഗം ഒടുങ്ങുകയാണോ ചെയ്യുന്നത്? കുറയുകയാണോ ചെയ്യുന്നത്? അല്ല, ആ നിഫാഖിൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ഫസഅദഹുമുല്ലാഹു മറള, അവർക്ക് അല്ലാഹു ആ രോഗം ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. ആ രോഗം ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു മുനാഫിക്കിലുള്ള രോഗം എന്തൊക്കെയാണ്? ഒന്ന് ആസക്തിയാണ്. ആസക്തി. ഒരു മുനാഫിക്ക് എപ്പോഴും ആസക്തിയിലായിരിക്കും. അവന്റെ ശഹ്വത്തുകളിൽ, അവന്റെ ദുർവികാരങ്ങളിൽ അവൻ പൂണ്ടവനായിരിക്കും. അതുകൊണ്ടാണ് വിശ്വാസിനികളായ പ്രവാചകന്റെ ഭാര്യമാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകിച്ച് പറഞ്ഞത് എന്ത്? ഫലാ തഖ്ലഅന ബിൽ ഖൗലി, നിങ്ങളിങ്ങനെ പുരുഷന്മാരോട് സംസാരിക്കുമ്പോ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത്. അന്യപുരുഷന്മാരോട് സംസാരിക്കുമ്പോ നിങ്ങളിങ്ങനെ മയപ്പെടുത്തി വാക്കുകൾ ആകർഷണീയമാക്കി നിങ്ങൾ സംസാരിക്കരുത്. കാര്യം എന്താണ്? അതിന് കാരണം എന്താ? അല്ലാഹു പറഞ്ഞു ഫയത്ബഅ അല്ലദീ ഫീ ഖൽബിഹി മറദ്, മനസ്സിന് രോഗമുള്ള മനോരോഗികളായ ആളുകൾ നിങ്ങളിലേക്ക് ചാഞ്ഞു വീഴും. മനോരോഗികളായ മനസ്സിന് രോഗമുള്ള ആളുകൾ, ആ ഈമാൻ ദുർബലരായ ആളുകൾ നിങ്ങളിലേക്ക് ചായും അതുവഴി എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. കാരണം എന്ന് വെച്ചാൽ അള്ളാഹു വെച്ച ഹുദൂദുകളെ ലംഘിക്കാൻ ഇവനൊരു മടി ഉണ്ടാവൂല. അള്ളാഹു വെച്ച പരിധി നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഘട്ടത്തിലും ഈമാനിന്റെ വിശ്വാസത്തിന്റെ മറയുടെ ആ പിന്നിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ പരിധികളെ ലംഘിക്കുവാൻ, അള്ളാഹുവിന്റെ ഹുദൂദുകളെ, അവന്റെ നിയമങ്ങളെ ലംഘിക്കാൻ മുനാഫിഖിന് ഒരു മടി ഉണ്ടാവൂല. അതിനൊരു പ്രയാസമുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെ മുനാഫിക്കിനുള്ള ഒരു രോഗം അല്ലെങ്കിൽ അവന്റെ ഒരു അടയാളം ഇത്തരം ആസക്തികളാണ്. ഈ ദുർമാർഗത്തിലേക്കുള്ള അവന്റെ കമ്പമാണ്. മറ്റൊരു സ്വഭാവം ഞാൻ ചുരുക്കി വളരെ വേഗത്തിൽ പറയണം. കാര്യം എനിക്കും തൊണ്ടക്ക് നല്ല തണുപ്പ് പിടിച്ചിട്ട് നല്ല വേദന ഉണ്ട്. അപ്പൊ ഞാൻ വളരെ വേഗത്തിൽ പറയുകയാണ്. ഈ പറയുന്നത് പോലെ രണ്ടാമത്തെ അവന്റെ രോഗം തകബ്ബുർ വൽ ഇസ്തിക്ബാർ, കിബർ എന്നുള്ളത് മുനാഫിക്കിന്റെ അടിസ്ഥാന സ്വഭാവമായിരിക്കും. മഹാകിബറിനായിരിക്കും അയാൾ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ പോലും പ്രവാചകനെയാണ് ഏറ്റവും അധികം കപടവിശ്വാസികൾ ഉപദ്രവിച്ചത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ ആ സന്ദർഭത്തിലും സ്വീകരിച്ച സമീപനങ്ങളെ സംബന്ധിച്ച് വളരെ ആഴത്തിൽ പറയണം. നമ്മളെല്ലാം പറയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവരിൽ മഹോന്നതനാണ് എന്ന് പറയും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പ്രവാചകന്റെ ഇടപെടൽ കൊണ്ടാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും അധികം ഉപദ്രവിച്ചവരാരാണ്? മുനാഫിക്കുകളാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. ആർക്കു വേണ്ടി? മുനാഫിക്കുകൾക്ക് വേണ്ടി. വിശുദ്ധ ഖുർആൻ രംഗം സൂറത്തുൽ മുനാഫിഖൂനിൽ പറയുന്നുണ്ട്, വഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹ് ലവ്വ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. വഇദാ ഖീല ലഹും, ആ മുനാഫിക്കുകളോട് പറയപ്പെട്ടാൽ, തആലൂ, നിങ്ങൾ വാ. എങ്ങോട്ട്? നിങ്ങൾ ഈ പറയുന്ന എല്ലാ ഉപദ്രവങ്ങളും കാണിച്ചെങ്കിലും, നിങ്ങൾ ഈ പറയുന്ന എല്ലാ കുരുത്തക്കേടും ചെയ്തെങ്കിലും അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് വേണ്ടി ആര് പൊറുക്കലിനെ ചോദിക്കും? ആര്?
ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ വാ എന്ന് പറയുമ്പോ ഇവരിങ്ങനെ തലയാട്ടി. വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ, കിബറന്മാരായി തിരിഞ്ഞു പോകുന്നത്. ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ ആരും പ്രാർത്ഥിക്കൊന്നും വേണ്ട. ഇങ്ങനെ കിബർ നടിച്ച് അവർ തിരിഞ്ഞു പോകുന്നത് കാണാൻ സാധിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അവരുടെ കിബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ ചെയ്തു പോയ പാപങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി ദുആ ചെയ്യാം എന്ന് പറഞ്ഞാൽ പോലും അവർ സ്വീകരിക്കാൻ തയ്യാറല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറഞ്ഞു, മുനാഫിക്കുകളായ ആളുകൾ നബിയെ, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല എന്ന് പറഞ്ഞ വിഷയമാണ്. പ്രവാചകനോട് തന്നെ അല്ലാഹു പറഞ്ഞതാണ്, സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. നിങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചാലും പൊറുക്കലിനെ ചോദിച്ചില്ലെങ്കിലും സമമാണ്. ലൻ യഗ്ഫിറല്ലാഹു ലഹും, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, തെമ്മാടികളായ ഫാസിഖുകളായ ഒരു ജനത അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. ഇത് ഖുർആൻ നേർക്കുനേരെ പറയാൻ. പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം ഉപദ്രവിച്ച ഒരാളാണ്, അഥവാ മുനാഫിഖുകളുടെ സയ്യിദ്, നേതാവ് എന്ന് പറയാൻ കഴിയുന്ന ആളാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. മുഹമ്മദ് നബിക്കെതിരെ ഏറ്റവും അധികം ശക്തമായി മദീന, കാരണം നബി മദീനയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അവിടുത്തെ നേതാവാകേണ്ട ആളാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. നബി വന്നതോടുകൂടി നബി രാജാവായി, നബി അവിടുത്തെ നേതാവായി. ആ അരിശം മനസ്സിൽ സൂക്ഷിച്ചു. പക്ഷെ ഇയാള് മുസ്ലിമായി വന്ന നാടിന്റെ ആ താളത്തിനൊപ്പം നിന്ന, എല്ലാവരും അങ്ങനെ ആകുമ്പോ ഞാൻ മാത്രം ഒഴിഞ്ഞു നിന്നാൽ ഒറ്റപ്പെട്ടു പോകണ്ട എന്ന് വിചാരിച്ച് അങ്ങനെ നിന്ന ഒരു മനുഷ്യനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച മസ്ജിദുൻ നബവിക്ക് സമാന്തരമായി മസ്ജിദുൽ ദിറാർ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, വൈദേശിക രാജ്യങ്ങളുമായി ഉടമ്പടികൾ ഏർപ്പെടുകയും അവർക്ക് മദീനയിൽ വന്നുകൊണ്ട് പ്രവാചകനെ ആക്രമിക്കുവാൻ താവളങ്ങൾ ഒരുക്കുകയും പലവരു വ്യക്തിപരമായി, കുടുംബപരമായി, സാമൂഹികമായി, മാത്രമല്ല രാജ്യവിരുദ്ധമായി പോലും, അഥവാ ഈ അൻസാറുകളായ ആളുകളെയും ഈ പ്രവാചകനെയും ഇവിടുന്ന് പുറത്താക്കാൻ ഉള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക വരെ ചെയ്ത അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ, അദ്ദേഹം മരിക്കുന്ന രംഗത്തെക്കുറിച്ച് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മരിക്കാൻ നേരം ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ മരിക്കാൻ നേരം അദ്ദേഹം തന്റെ മകനോട് പറഞ്ഞു വിടുന്നു. എന്താ പറഞ്ഞു വിടുന്നത്? മോനെ, നീ നബിയുടെ അടുക്കിലേക്ക് ചെല്ലണം, പ്രവാചകന്റെ അടുക്കിലേക്ക് ചെല്ലണം. എന്നിട്ട് പ്രവാചകന്റെ കമീസ് ചോദിക്കണം. കാരണം ഞാൻ മരിച്ചാൽ എന്നെ മറമാടേണ്ടത് റസൂലുള്ളാഹിന്റെ വസ്ത്രത്തിലായിരിക്കണം, പ്രവാചകന്റെ വസ്ത്രത്തിലായിരിക്കണം. അതുകൊണ്ട് ആ നബിയുടെ കുപ്പായം വേണം, അത് പ്രവാചകനോട് പോയി ചോദിക്കണം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് ആ മകൻ വന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ മകൻ വന്നു. ആ മകൻ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ മകൻ പറഞ്ഞു, എന്റെ ഉപ്പക്കൊരു ആഗ്രഹമുണ്ട്, നിങ്ങൾ കുപ്പായം കൊടുക്കണം, ആ കുപ്പായത്തിൽ മറമാടണം എന്നുള്ളതാണ്. ഫഅതാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന ഒരു കുപ്പായം എടുത്ത്, ജുബ്ബയെടുത്ത് കൊടുത്തു വിട്ടു. തുമ്മ സഅലഹു അയുസല്ലി അലൈഹി, അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി മകനെ ഏർപ്പെടുത്തുകയാണ്. ആര്? ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. എന്താ? ഞാൻ മരിച്ചാൽ എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ നേതൃത്വം നൽകേണ്ടതും ആരായിരിക്കണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരിക്കണം. അങ്ങനെ അദ്ദേഹം മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മകൻ വന്നു. ഫഖാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലിയുസല്ലി അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ എഴുന്നേറ്റ് പോയി എന്നാണ്. ഫഖാമ ഉമർ, ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. ഫഅഖദ ബിസൗബി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കുപ്പായത്തിൽ പിടിച്ചു വലിച്ചു. എങ്ങോട്ടായി പോകുന്നത് എന്ന് ചോദിച്ചു. നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിസ്കരിക്കാൻ പോവുകയാണ്, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. നബിയോട് ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കും, നിങ്ങൾ അയാൾക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കുകയോ, ഈ മുനാഫിക്കിന് വേണ്ടി, അറിയപ്പെട്ട മുനാഫിക്കിന് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കുകയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും ഞാൻ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി തന്നെയാ പോണേ, ഞാൻ മയ്യിത്ത് നിസ്കരിക്കാൻ തന്നെയാ പോകുന്നത്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കണം, അല്ലാഹ് ആയത്തിറക്കിയിട്ടില്ലേ അവർക്ക്, അല്ലാഹുവിന്റെ റസൂലെ നിങ്ങൾ പൊറുക്കലിനെ ചോദിച്ചാലും പുറത്തു കൊടുക്കൂല എന്ന് ആയത്തിറക്കിയിട്ടില്ലേ? അപ്പൊ നബി പറയാണ്, ഇന്നി ഖയ്യറനി അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഒരു ചോയ്സ് തന്നു. എന്താ ചോയ്സ്? ഇൻ തസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ ഫലയഗ്ഫിർ അല്ലാഹു ലഹും. നിങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചാലും പൊറുക്കലിനെ ചോദിച്ചില്ലെങ്കിലും, ഇനി അതല്ല 70 വട്ടം നിങ്ങൾ അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചാലും
ഫലയഗ്ഫിറല്ലാഹു ലഹും, അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹ് പറഞ്ഞല്ലോ, ഇവിടെ നീ പൊറുക്കലിനെ ചോദിച്ചാലും പൊറുക്കലിനെ ചോദിച്ചില്ലെങ്കിലും 70 വട്ടം പൊറുക്കലിനെ ചോദിച്ചാലും എന്ന് പറഞ്ഞല്ലോ. സഅസീദുഹു അല 70, ഞാൻ 70ൽ കൂടുതൽ വട്ടം അദ്ദേഹത്തിന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കും. 71ാമത്തെ വട്ടം ചോദിച്ചാൽ അള്ളാഹു അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തെങ്കിലോ. ഇത് റസൂലുള്ളാഹിന്റെ മനസ്സാണ്. ഇത് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സാണ്. ഒരു മുനാഫിഖ് അവന് പോലും ഇതാ മോചനം കിട്ടണം എന്നുള്ള ആ ഒരു തോന്നൽ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മയ്യിത്ത് നിസ്കരിച്ച ശേഷം ആയത്തിറക്കി, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ. അവരിൽ ഏതെങ്കിലും ഒരാൾ ഇനി മരിച്ചാൽ പ്രവാചകർ അങ്ങ് മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഈ രൂപത്തിൽ മുനാഫിക്കുകളായ ആളുകൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകനോടൊപ്പം നിന്നുകൊണ്ട് പ്രവാചകന്റെ മുന്നിൽ പോലും കിബർ നടിച്ച മനുഷ്യരാണ്, അഹങ്കാരം കാണിച്ച മനുഷ്യരാണ്. മറ്റൊരു സ്വഭാവം അൽ ഇസ്തിഹ്സാഉ ബി ആയാത്തില്ലാ, അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ടാൽ ഒരു പുച്ഛമായിരിക്കും അവർക്ക്. ആയത്തുകളോടൊരു ബഹുമാനം അവർ നൽകില്ലേ. ആയത്തുകൾ അവർ പരിഹസിച്ചു കൊണ്ടിരിക്കും. ആയത്തുകൾ ഏതെങ്കിലും ഒരു ആയത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പേടിയാണെന്ന് ഖുർആൻ പറഞ്ഞത്. യഹ്ദറുൽ മുനാഫിഖൂന അൻ തുനസ്സല അലൈഹിം സൂറത്തുൻ നുനബ്ബിഉഹും ബിമാ ഫീ ഖുലൂബിഹിം. അവരുടെ കൽബിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങളെ ഖുർആൻ ഇങ്ങനെ പുറത്തു കൊണ്ടുവരുമോ എന്നുള്ള പേടിയിലാണ് അവർ ജീവിക്കുന്നത്. അവിടെ ഒരു ആയത്തിറങ്ങുമ്പോൾ അവരിങ്ങനെ പരിഹസിക്കും. ഇവരുടെ ഉള്ളിലുള്ളത് പുറത്ത് അല്ലാഹ് പറയോ എന്നൊരു പേടി അവർക്ക് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് അവരോട് ഖുൽ ഇസ്തഹസിഉ, നിങ്ങൾ പരിഹസിച്ചുകൊള്ളൂ. നിങ്ങൾ പരിഹസിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും ഒരു ആയത്തിറങ്ങാതിരിക്കുകയോ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കുകയോ ഒന്നും ചെയ്യൂല. നിങ്ങളുടെ പരിഹാസം എന്നുള്ളത് മുനാഫിഖിന്റെ അടിസ്ഥാനമാണ്. മുഅ്മിനുകളായ ആളുകൾ അവരിങ്ങനെ പരിഹസിക്കുമെന്ന് ഖുർആൻ പറഞ്ഞല്ലോ. വഇദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്നാ, വിശ്വാസികളായ ആളുകളെ കാണുമ്പോൾ അവർ പറയും ഞങ്ങളും വിശ്വാസികളാണ്. വഇദാ ഖലു ഇലാ ശയാത്തീനിഹിം, അവരുടെ പിശാചുക്കളിലേക്ക് മടങ്ങിയാലോ ഇന്ന മഅകും, നിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ എന്ന് പറയും. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നതെന്തിനാ, ഞങ്ങൾ അവരുടെ കൂടെ നിന്നതെന്തിനാ? ഇന്നാ നഹ്നു മുസ്തഹസിഊൻ, അവരെ ഒന്ന് പരിഹസിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം, അല്ലാഹു യസ്തഹ്സിഉ ബിഹിം, അല്ലാഹു അവരെ പരിഹസിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയത്. അപ്പോൾ ഇത് അവരുടെ ഒരു സ്വഭാവമാണ്. മറ്റൊരു സ്വഭാവം, ആളുകൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് കാണുമ്പോൾ അത് തടയാൻ ഇവരുണ്ടാവും. വേറെ പണിയൊന്നുമില്ലേ, നിങ്ങളിങ്ങനെ ഉള്ള സമ്പാദ്യമൊക്കെ ഇങ്ങനെ ചെലവഴിച്ചാല്, മാത്രമല്ല നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലാകും. മദീനയിൽ പ്രവാചകന്റെ അടുക്കൽ നിന്ന് ഒരു യുദ്ധവേളയിൽ സഹാബത്ത് ഇങ്ങനെ ചെലവഴിക്കുന്ന നേരത്ത് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ അടക്കമുള്ള ആളുകൾ പറയാണ്, നിങ്ങൾ ചെലവഴിക്കരുത്, കൊടുക്കരുത്. ഇവർ ഈ നാട്ടിലേക്കുള്ള കടന്നു കയറിയ വരുത്തന്മാരാണ്, എന്തിനാണ് അവർക്ക് കൊടുക്കുന്നത്, എന്തിനാ അവർ കൊടുക്കണേ? ഈ ആയത്തിന്റെ തഫ്സീർ, ഈ ആയത്ത് ഇറങ്ങാനുള്ള അവതരണ പശ്ചാത്തലം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഞാനിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരു യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്ന സന്ദർഭത്തിൽ ഫസമഅതു അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ്, നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് പറയുന്നത് ഞാൻ കേട്ടു. എന്താ പറഞ്ഞത്? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂല്, ആ റസൂലിന്റെ പദ്ധതികൾക്കൊന്നും സഹായിക്കരുത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നാട്ടിൽ കടന്നു കയറിയവരാണ്. നമുക്ക് പയ്യെ അവരെ സഹായിക്കാതെ അവരുടെ സഹായം, അവർ ഫണ്ട് നിർത്തിച്ച് അവരെ പാപ്പരാക്കി ഇവിടുന്ന് പുറത്താക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കാം എന്നിങ്ങനെ ഇയാൾ പറയുന്നത് മഹാനായ സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു കേട്ടു. അദ്ദേഹം അത് പോയിട്ട് തന്റെ അമ്മാവനോട് പറഞ്ഞു. അതോടൊപ്പം തന്നെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഈ ആളുകൾ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനൊരു പദ്ധതി അവർ ആവിഷ്കരിക്കുന്നുണ്ട്, സെയ്ദ് ഇബ്നു അർഖമിൽ നിന്ന് അറിയാൻ കഴിഞ്ഞതാണത്, സെയ്ദ് ഇബ്നു അർഖം കേട്ടതാണത്, ഇങ്ങനെ പദ്ധതി മുനാഫിക്കുകൾക്കുണ്ട് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅർസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ്, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റെ അടുക്കലേക്ക്, ഈ പറയുന്ന ആ മുനാഫിക്കിന്റെ അടുക്കലേക്ക് ഒരാളെ നബി പറഞ്ഞു വിട്ടു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി. ആ ചോദിക്കാൻ ചെന്ന ആളോട് അയാൾ പറഞ്ഞു, ഇല്ല, ഒരിക്കലും, സത്യം ചെയ്ത് പറഞ്ഞു, ഞാനങ്ങനെ പറയൂല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഫകദ്ദബനി റസൂലുള്ളാഹി വസദ്ദഖ. സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറയാണ്, നബി എന്നെ സംശയിച്ചു. ആരെ സംശയിച്ചു? സെയ്ദ് ഇബ്നു അർഖമിനെ. വസദ്ദഖഹു, അബ്ദുള്ള പറഞ്ഞതാണ് ശരി എന്ന് ആര് വിചാരിച്ചു? നബി വിചാരിച്ചു. ഈ സ്വഹാബി പറയാണ്, ഫഅസ്വാബനി ഹമ്മുൻ, എനിക്ക് ആകെ വിഷമമായി, എനിക്ക് അതുവരെ ഉണ്ടാകാത്ത വേദന. അത് നബി എന്നെ
സംശയിക്കുകയും എന്നെ കളവാക്കുകയും ചെയ്തു എന്ന് കേട്ടപ്പോ എനിക്ക് അതുവരെ ഉണ്ടാകാത്ത പ്രയാസമുണ്ടായി. ഫജലസ്തു ഫിൽ ബൈത്തി, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്നു, എനിക്ക് പുറത്തിറങ്ങാൻ പോലും കഴിഞ്ഞില്ല. അവസാനം ഒരാൾ വരികയാണ് വീട്ടിലേക്ക്. എന്താണ് ആൾ വന്നിട്ട് പറയുന്നത്? അന്ന് പറയുന്നത് എന്താണ്? ഇന്നല്ലാഹ ഖദ് സദ്ദഖക യാ സയ്യിദ്, സയ്യിദേ നീയാണ് സത്യം പറഞ്ഞത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യപ്പെടുത്തിയിരിക്കുന്നു. കാരണം വിശുദ്ധ ഖുർആൻ ആയത്തിറക്കി ഇദാ ജാഅകൽ മുനാഫിഖൂൻ, മുനാഫിക്കുകളായ ആളുകൾ നബിയെ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് അവർ പറയും എന്ത്? ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. എങ്ങനെയാ പറയുന്നത്? എനിക്കും നിങ്ങൾക്കോ ഭാഗ്യം കിട്ടിയിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്ന് പ്രവാചകന്റെ ആ കൈ പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ മുഖത്ത് നോക്കി പറയാണ് അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. നമ്മൾ പറഞ്ഞതുപോലെ അല്ല പറഞ്ഞത്. നേരെ മറിച്ച് മുഹമ്മദ് നബിയുടെ പള്ളിയിൽ വന്ന് പ്രവാചകന്റെ കൈപിടിച്ച് പ്രവാചകന്റെ തിരുവദനത്തിൽ നോക്കിക്കൊണ്ടാ പറയുന്നത് അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്. അതിന് അല്ലാഹ് മറുപടി പറഞ്ഞു അല്ലാഹ്ക്കറിയാമായിരിക്കുന്ന റസൂലാണ്. മാത്രമല്ല അല്ലാഹ് സാക്ഷി നിൽക്കുന്നു എന്ത്? മുനാഫിക്കുകളായ ആളുകൾ അവർ കള്ളന്മാരാണ്, കാദിബുകളാണ് എന്നുള്ളതിന് അല്ലാഹ് സാക്ഷ്യം വഹിക്കുന്നു. അത് ഈ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ ആയത്താണ് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വളരെ കൃത്യമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ മുനാഫിക്കുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ, പടച്ചവന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ അതിന് തടസ്സം നിൽക്കാൻ അവർ മുന്നിലുണ്ടാകും. മാത്രമല്ല മുഅ്മിനുകളായ ആളുകൾ ഒരുതരം വിഡ്ഢികളായിട്ടാണ് ഇവർ കാണുക. ഇവർ നമ്മുടെ കൂടെ ഉണ്ടാവും, പക്ഷെ ഇവരൊക്കെ ഒരു സഫീഹാണ് എന്നൊരു തോന്നലാണ്, അല്ലെങ്കിൽ ആ ഒരു ഭാവമാണ് അവർക്ക്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ ഇദാ ഖീല ലഹും ആമിനു കമാ ആമനൻ നാസ്, നിങ്ങൾ ഈമാൻ സ്വീകരിച്ച വിശ്വാസികളായ ആളുകളെ പോലെ നിങ്ങളും വിശ്വസിക്ക്, ഈമാൻ കൽബിലേക്ക് ഉള്ളിലേക്ക് ഇറക്ക് എന്ന് പറയുമ്പോൾ അവർ ചോദിക്കണം അനുഅ്മിനു കമാ ആമന സുഫഹാ, ഈ സഫീഹുകളായ വിഡ്ഢികളായ ആളുകൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ? അല്ലാഹ് പറഞ്ഞു അല ഇന്നഹും ഹുമുസ് സുഫഹാ, അവർ തന്നെയാണ് വിഡ്ഢികൾ. നിങ്ങൾ മനസ്സിലാക്കണം, പലപ്പോഴും പലവിധ പ്രയോഗങ്ങളും ഇത്തരം പ്രയോഗിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ചുറ്റുപാടുകൾ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. മുഅ്മിനുകൾ ഈമാൻ സ്വീകരിച്ചതിന്റെ പേരിൽ, അതിന്റെ പേരിൽ അവരെ വിഡ്ഢികൾ എന്ന് പറയുന്ന, അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മോശപ്പെട്ടവരാണ് എന്ന് പറയുന്ന ആളുകൾ, അത് നിഫാഖിന്റെ ലക്ഷണമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. ഇങ്ങനെ അങ്ങോട്ട് എണ്ണിയാൽ ഒരുപാട് അടയാളങ്ങൾ ഇവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് തന്നെ നമുക്ക് ധാരാളമായി കാണാൻ കഴിയും. ഇബാദത്തിൽ ഇവർ അങ്ങേറ്റം കസ്ലാനുകളായിരിക്കും, മടിയന്മാരായിരിക്കും, അലസന്മാരായിരിക്കും. ഇബാദത്തിന് വല്ലാത്ത മടിയാണ് അവർക്ക്. അവരുടേതായ ഭൗതിക കാര്യങ്ങളിലേക്ക് വളരെ താല്പര്യം. ഒരു സ്പോർട്സ് ആണെങ്കിൽ അവർ മുന്നിലുണ്ട്, റൈസിംഗ് ആണെങ്കിൽ അതിന്റെ മുന്നിലുണ്ട്, അതുപോലെ ഏതെങ്കിലുമൊക്കെ ദുനിയാവിന്റെ കാര്യമാണെങ്കിൽ അതിന്റെ മുന്നിലുണ്ട്. പക്ഷേ ഇബാദത്തിന്റെ കാര്യത്തിൽ പരമമടിയന്മാരായിരിക്കും ഇവരെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും, കപടവിശ്വാസികൾ, നിഫാഖിന്റെ ആളുകൾ, അവർ അല്ലാഹുവിനെ വഞ്ചിക്കുന്നവരാണ്, സത്യത്തിൽ അവർ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത്. വഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല യുറഊന അന്നാസ് വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അവർ നിസ്കരിക്കാൻ നിന്നാല് അലസരായിട്ടായിരിക്കും നിസ്കരിക്കുക. നിസ്കരിക്കാനൊക്കെ നിൽക്കും, പക്ഷേ അവരങ്ങേറ്റം അലസരായിട്ടായിരിക്കും നിൽക്കുക. യുറഊന അന്നാസ്, മറ്റുള്ളവർ കാണുക എന്നുള്ളതല്ലാതെ, ആളുകളെ കാണിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു ലക്ഷ്യവും അവർ നിസ്കാരത്തിൽ ഉണ്ടാവൂല. അലസരായി അവർ നിസ്കരിക്കും. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അള്ളാഹുവിനെ വളരെ കുറച്ചു മാത്രമേ അവർ ഓർക്കൂ, അള്ളാഹുവിനെ വളരെ കുറച്ചു മാത്രമേ അവർ ദിക്ർ ചെയ്യൂ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പോ വളരെ കൃത്യമാണ് മുനാഫിക്കുകളുടെ അടയാളം. അവര് ഇബാദത്തുകളിൽ അലസത കാണിക്കുന്ന ആളുകളാണ്. പിന്നെയോ ആട്ടക്കാരാണെന്ന് ഖുർആൻ പ്രയോഗിച്ചു. ഖുർആന്റെ പ്രയോഗമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആട്ട സ്വഭാവം, ഒരു നിലപാടില്ല അവർക്ക്. അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആനും ഹദീസും അതല്ലെങ്കിൽ ആ പ്രമാണത്തിൽ ഉറച്ചു നിൽക്കണമെന്ന നിലപാടൊന്നുമില്ല. ഒരു വിശ്വാസി ഒരിക്കലും അങ്ങനല്ല. ഒരു വിശ്വാസി തെളിവ് നോക്കുന്നവനാണ്, ആയത്തുകളെ ഹദീസുകളെ നോക്കുന്നവനാണ്. ആ ആയത്തും ഹദീസും കിട്ടിയാൽ അവിടെ നിൽക്കുന്നവനാണ്, അവിടെ ഉറച്ചു നിൽക്കുന്നവൻ. ഏത് പ്രതിസന്ധി വന്നാലും അവിടെ നിന്ന് ചലിക്കാതെ ഇളകാതെ നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊന്നുമില്ല. മുദബിദബീന ബൈന ദാലിക്, ഇത് രണ്ടിന്റെ ഇടയിൽ ഇങ്ങനെ ആടിക്കളിച്ചു കൊണ്ടിരിക്കും. ലാ ഇലാഹ ഉല വലാ ഇലാഹ ഉല, അവിടെയാണോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ കഴിയില്ല, ഇവിടെയാണോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ കഴിയില്ല. ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഉദാഹരണം പോലും മസൽ മുനാഫിഖി കമസൽ ഇശാത്തിൽ ആയിറ, വിടർ പിടിച്ച ആടിനെ പോലെ, മുട്ടനാടിനെ പോലെ ആയിരിക്കും ഇത്. ബൈനൽ ഗനമൈനി, രണ്ട് പെണ്ണാടുകൾക്കിടയിൽ പെട്ട വിടർ പിടിച്ച ഒരു ആടിനെ പോലെ ആയിരിക്കും. തഈറു ഫി ഹാദിഹി മറ ഫി ഹാദിഹി മറ,
ഒന്ന് അങ്ങോട്ട് ചാടും ഒന്ന് ഇങ്ങോട്ട് ചാടും. മൂപ്പർക്ക് തന്നെ ആകെ കൺഫ്യൂഷനിലായിരിക്കും. ഈ രൂപത്തിലായിരിക്കും ആരുണ്ടാവുക? മസലുൽ മുനാഫിഖ്, മുനാഫിക്കായ ആള് എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നോക്കിയാൽ ഇത്തരം ഒരുപാട് സ്വഭാവങ്ങൾ ഖുർആൻ പറഞ്ഞു. അൽ ഇഫ്സാദു ബൈനൽ മുഅ്മിനീന, വിശ്വാസികൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കുക. വിശ്വാസികളായ ആളുകൾക്കിടയിൽ മസ്ലഹത്താണ് ഉണ്ടാക്കേണ്ടത്. ചിലപ്പോൾ മനുഷ്യരാണ്, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. മനുഷ്യരാണ്. ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ, ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ മനുഷ്യരെന്ന നിലക്ക് അവരിൽ ഏതെങ്കിലുമൊക്കെ അബദ്ധങ്ങളോ കുറ്റങ്ങളോ കുറവുകളോ ദേഷ്യക്കാരുണ്ടാകാം, അതല്ലെങ്കിൽ പിടിവാശിക്കാരുണ്ടാകാം. അങ്ങനെ പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ടാവാം. ആ ആളുകൾ ഉണ്ടെങ്കിൽ ഫാസ്ലിഹു ബൈനൻ നാസ്, നിങ്ങൾ അവർക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കുക. അത് വലിയൊരു ഇബാദത്താണ്, വലിയൊരു ഇബാദത്താണത്. പക്ഷേ മുനാഫിഖാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. അൽ ഇഫ്സാദു ബൈനൽ മുഅ്മിനീന, മുഅ്മിനുകൾക്കിടയിൽ മാക്സിമം ഫസാദ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഏർപ്പാട് എന്നാ ഖുർആൻ പറഞ്ഞ്. ഫസാദ് ഉണ്ടാക്കുക മാത്രമല്ല, ഒരു വേളയിൽ മുനാഫിഖുകളായ ആളുകൾ വിശ്വാസികളെ കബളിപ്പിച്ചു. പകുതി വരെ യുദ്ധത്തിന് പോയപ്പോ അവരുണ്ടായിരുന്നു. പക്ഷെ പകുതി ആയി കഴിഞ്ഞപ്പോൾ ഇവരെ എസ്കേപ്പായി, അതിൽ നിന്ന് ചാടി പുറത്തേക്ക് പോകുന്നു. അങ്ങനെയുണ്ട്. ഏതൊരു കാര്യത്തിൽ പോകുമ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. പോകുമ്പോഴൊക്കെ ഭയങ്കര ഒരുക്കുണ്ടാവും, പക്ഷെ അവിടുത്തെ ആളെ കാണൂല. അതിനിടക്ക് മൂപ്പർ അങ്ങനെ എസ്കേപ്പായി പോകും, സജീവമായിട്ടുണ്ടാവും. ഇതുപോലെ മുനാഫിഖുകളായ ആളുകൾ അവരിങ്ങനെ സജീവമായ യുദ്ധത്തിന് പോയി. എന്നിട്ട് ഇടക്കുന്ന് ചാടിക്കളഞ്ഞു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അത് നിങ്ങൾക്ക് ഖൈറാണ്. ഏത് ചാടിയത് നിങ്ങൾക്ക് ഖൈറാണ്. കാരണം അവർ നിങ്ങളുടെ കൂടെ വന്നിരുന്നെങ്കിൽ, നിങ്ങളുടെ കൂടെ തന്നെ അങ്ങ് എത്തിയിരുന്നെങ്കിൽ അവർ നിങ്ങൾക്ക് നഷ്ടം മാത്രമേ വരുത്തി വെക്കുമായിരുന്നുള്ളൂ. അവർ ഫിത്നയുമായി നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഊരിത്തിരിഞ്ഞുകൊണ്ടിരിക്കും. അത് വേണോ ഇത് വേണോ എന്ന് ചോദിച്ചിട്ട് ഇവരെ കൺഫ്യൂഷനാക്കി അതിനിടയിൽ ഇവർ ഫിത്നകളുമാക്കി നടന്നുകൊണ്ടിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വഫീകും സമ്മാഊന ലഹും, എന്നാൽ നിങ്ങളുടെ കൂട്ടത്തിലും ചില ആളുകളുണ്ട് അവർക്ക് കാതു കൊടുക്കുന്ന ആളുകൾ. അവർ ഫിത്നയാണ് പറയുന്നത് എന്നറിഞ്ഞാലും വഫീകും സമ്മാഊന ലഹും, നിങ്ങളുടെ കൂട്ടത്തിലും ചില ആളുകളുണ്ട് അവർ പറയുന്നത് കാതു കൊടുത്ത് കേൾക്കുന്ന ആളുകൾ. വല്ലാഹു അലിമും ബിൽ ആലിമീൻ, അക്രമികളെ സംബന്ധിച്ച് അല്ലാഹു നന്നായി അറിയുന്നവനാണ്. വലിയൊരു പാഠമാണ് നിഫാഖുമായി ബന്ധപ്പെട്ട് ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്. മുഅ്മിനുകളായ ആളുകൾക്കിടയിൽ ഈ മുനാഫിഖുകളായ ആളുകൾ ഇഫ്സാദ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, ഫസാദുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്നാണ്. മാത്രമല്ല വെറുതെ കള്ളസത്യങ്ങൾ ചെയ്യാൻ ഒരു മടി ഉണ്ടാവൂല. വ്യാജമായ കള്ളസത്യങ്ങൾ ഇങ്ങനെ ചെയ്യുക, കള്ളസത്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതിവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. അവർ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്യും. സത്യമല്ല അവർ പറയണത്, പക്ഷേ അവർ കള്ളസത്യം ചെയ്യും. വമാഹും മിൻകും, അവർ നിങ്ങളുടെ കൂടെയല്ല, പക്ഷെ അവർ നിങ്ങളുടെ കൂടെയാണ് എന്ന് കള്ളസത്യം ചെയ്യും. വലാകിന്നകും ഖൗമുൻ യഫ്തറൂൻ, ഖുർആൻ പറയണം അവര് അങ്ങേയറ്റം തെറിച്ചുപോയ പാപികളായ മനുഷ്യരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മാളം കിട്ടിയാൽ അവർ പോയി ഒളിക്കും. ലൗ യജിദൂന മൽജഅൻ ഔ മഗാറാത്തിൻ ഔ മുദ്ഖലൻ ലൗ ഇലൈഹി വഹും യജ്മഊൻ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിൽ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ കള്ളസത്യങ്ങൾ, വ്യാജസത്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അവര്. മാത്രമല്ല അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾക്കൊരു കെടുതി വരുന്നത് അവർക്ക് വലിയ ഇഷ്ടമാണ് എന്നാണ്. നിങ്ങൾക്ക് ഒരു കെടുതി, വിശ്വാസികൾക്കൊരു പ്രയാസം വരുന്നത് അവർക്ക് ഇഷ്ടമാണ്. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഒരു താഴ്ച വരുന്നതിന്, അല്ലെങ്കിൽ നിങ്ങൾ താഴ്ന്നു പോകുന്നതിന്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കെടുതി വരുന്നതിന്, അഥവാ മുഅ്മിനുകളായ ആളുകൾക്ക് ഒരു പ്രയാസം വരുന്നതിന് അവർ തൃപ്തിപ്പെടുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അവർ തിന്മ കൽപ്പിക്കുകയും നന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. വിശ്വാസികൾ എന്ത് ചെയ്യണോ അതിന് നേരെ ഓപ്പോസിറ്റ്. അൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ബഅ്ദുഹും മിൻ ബഅദ് യഅ്മുറൂന ബിൽ മുൻകരി വയൻഹൗന അനിൽ മഅറൂഫി വയഖ്ബിദൂന അയ്ദിയഹും നസുല്ലാഹ ഫനസിയഹും ഇന്നൽ മുനാഫിഖീന ഹുമുൽ ഫാസിഖൂൻ. മുനാഫിക്കുകളായ ആളുകൾ, മുനാഫിഖത്തുകളായ പെണ്ണുങ്ങൾ, ബഅ്ദുഹും മിൻ ബഅദിൻ, അവർ പരസ്പരം യഅ്മുറൂന ബിൽ മുൻകർ, തിന്മ കൊണ്ട് കൽപ്പിക്കും, വയൻഹൗന അനിൽ മഅറൂഫി, നന്മ തടയും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് വിശദീകരിച്ചു. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദ് അവർ വെറുക്കും, ജിഹാദിനോട് വെറുപ്പുണ്ടാവും. ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മളുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ മുനാഫിക്കുകളെ സംബന്ധിച്ച് ഇങ്ങനെ കേട്ടുപോകല്ല, ഇതൊക്കെ നമ്മളിൽ അതുണ്ടോ എന്നുള്ള ആ ഒരു വിചാരണ സ്വയം നടത്തുകയും അങ്ങനെ ഏതെങ്കിലും ഒരു ചിന്ത നമ്മുടെ ഖൽബിൽ ഉണ്ട് എങ്കിൽ അത് ഒഴിവാക്കി കളയുകയും ചെയ്യണം എന്നുള്ളതാണ്.
ഇങ്ങനെ ഏതാണ്ട് 10-28ഓളം വരുന്ന സ്വഭാവങ്ങൾ മുനാഫിക്കുകളായ നിഫാഖിന്റെ അടയാളങ്ങൾ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച് തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എത്രത്തോളം ഈ അടയാളങ്ങൾ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ, പൂർണ്ണമായും നമ്മളിൽ നിന്ന് വിഭാടനം ചെയ്യാൻ, നമ്മളൊരിക്കലും മുനാഫിക്കുകളായി മാറാതിരിക്കാൻ, നിഫാഖിന്റെ അടയാളങ്ങൾ നമ്മളിൽ ഉണ്ടാകാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ. അതിലൊന്ന് അത്തക്ബീറു ലിസ്വലാത്തി വഇദ്റാക് തക്ബീറത്തുൽ ഇഹ്റാം. നിസ്കാരത്തില് തക്ബീറത്തുൽ ഇഹ്റാം അഥവാ ആദ്യത്തെ തക്ബീറിൽ പള്ളിയിലെത്താൻ പറ്റുക എന്നാണ്, ജമാഅത്തിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅ യുദ്രികു തക്ബീറത്തുൽ ഊല കുതിബത് ലഹു ബറാഅത്തുൻ മിനൻ നാരി വബറാഅത്തുൻ മിനൻ നിഫാഖ്. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഒരാൾ നിസ്കരിച്ചു 40 യൗമൻ 40 ദിവസം ഫീ ജമാഅത്തിൻ. എങ്ങനെ നിസ്കരിച്ച്? 40 ദിവസം എങ്ങനെ നിസ്കരിച്ചു? ജമാഅത്തായിട്ട് നിസ്കരിച്ചു. എപ്പോഴാ എത്തിയത്? രണ്ടാമത്തെ റക്അത്തിലോ ആണോ? അല്ല, നേരെ മറിച്ച് യുദ്രികു തക്ബീറത്തുൽ ഊല, ഒന്നാമത്തെ തക്ബീർ കെട്ടുമ്പോ അയാൾ എവിടെ ഉണ്ടായിരുന്നു? പള്ളിയിലുണ്ടായിരുന്നു. എത്ര ദിവസം? 40 ദിവസം. കുതിബത് ലഹു ബറാഅത്തൻ, അതിന് അല്ലാഹു ഒരു ഗിഫ്റ്റ് കൊടുക്കും അയാൾക്ക്. 40 ദിവസം ജമാഅത്തായി ആദ്യത്തെ തക്ബീറിൽ കൈകെട്ടുവാൻ ഒരുങ്ങി വരുന്ന ആൾക്ക് അല്ലാഹു കൊടുക്കും ഒരു ഗിഫ്റ്റ്. അതെന്താ? ബറാഅത്തു, 2 ബറാഅത്തുകൾ, 2 വിടുതികൾ. ബറാഅത്തുൻ മിനൻ നാരി വബറാഅത്തുൻ മിനൻ നിഫാഖ്. ഒന്ന് നരകത്തിൽ നിന്നുള്ള വിടുതിയാണ്, 2 നിഫാഖിൽ നിന്ന് ആ മനുഷ്യന് വിടുതി കൊടുക്കുമെന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തത്, ഈ നിഫാഖ് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ 2 കാര്യങ്ങൾ സ്വീകരിക്കുക. അതെന്താണ്? ഒന്ന് ഹുസ്നുൽ ഖുലുഖ്, സൽ സ്വഭാവം. 2 വത്തഫഖുഹു ഫിദ്ദീൻ, അല്ലാഹുവിന്റെ ദീൻ പഠിക്കുക. ഇത് നിഫാഖ് ഒഴിഞ്ഞു പോകാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖസ്ലതാനി ലാ തജ്തമിആനി ഫി മുനാഫിഖിൻ ഹുസ്നു സംദിൻ വലാ ഫിഖുഹും ഫിദ്ദീൻ. ഒരിക്കലും ഒരു മുനാഫിഖിൽ ഒരുമിക്കുകയില്ല 2 കാര്യങ്ങൾ. ഒന്ന് നല്ല സ്വഭാവം, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്, നല്ല സ്വഭാവം. അതുപോലെ തന്നെ വലാ ഫിഖുഹുൻ ഫിദ്ദീനി, അല്ലാഹുവിന്റെ ദീൻ പഠിക്കുക, അല്ലാഹുവിന്റെ ദീനിൽ അവഗാഹം നേടുക, അതിനുവേണ്ടി പരിശ്രമം നടത്തുക. മൂന്നാമതായി കൊണ്ട് അസ്സദഖതു, മൂന്നാമത്തെ സംഗതി എന്താണ്? അസ്സദഖതു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധി എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. വൽഹംദുലില്ലാ തംലഉൽ മീസാൻ, അൽഹംദുലില്ലാ എന്ന് പറയാ. ആ അൽഹംദുലില്ലാ എന്നൊരാൾ പറഞ്ഞുകൊണ്ടിരിക്കും തോറും തംലഉൽ മീസാൻ, അവന്റെ തുലാസ് നിറഞ്ഞുകൊണ്ടിരിക്കും, അതിന് കനം കൂടിക്കൊണ്ടിരിക്കും. മാക്സിമം എന്താ പറയാ? അൽഹംദുലില്ലാ എന്ന് പറയാ. തുമ്മും മാത്രമല്ല, തുമ്മുന്ന നേരത്ത് മാത്രമല്ല, ഭക്ഷണം കഴിച്ചിട്ട് മാത്രമല്ല, ഇടക്കിടക്ക് വെറുതെ ഇരിക്കുമ്പോൾ എന്ത് പറയണം? എത്ര നിങ്ങൾക്ക് കനം കൂട്ടണം, അല്ലെങ്കിൽ എത്രമാത്രം ഭാരമുണ്ടാക്കണം, എവിടെ നാളെ പാരത്രിക ലോകത്ത് ആ തുലാസിൽ കനമുണ്ടാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ, അൽഹംദുലില്ലാ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ തംലആനി ഔ തംലഉ മാ ബൈന അസ്സമാവാതി വൽ അർദ്. ഇനി ഒരാൾ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ എന്നാണ് പറയുന്നതെങ്കിൽ തീർച്ചയായും അത് രണ്ടും ആകാശഭൂമികൾക്കിടയിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ നിറച്ചു കളയും. എന്നുവെച്ചാല് പ്രതിഫലമാണ്. ഈ ആകാശഭൂമികൾക്കിടയിൽ എത്ര വിശാലതയുണ്ടോ, ഇതിന്റെ വിശാലത നമുക്ക് അളക്കാൻ പറ്റുമോ? ആകാശഭൂമികൾ എത്ര ഉണ്ട് അളക്കാൻ പറ്റുമോ? ഒരിക്കലും നമുക്ക് അളക്കാൻ പറ്റില്ല. വളരെ ചുരുങ്ങിയ അന്തരീക്ഷത്തിന്റെ ഈ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പറക്കുന്നതടക്കം, അവിടെ ഇങ്ങോട്ട് ഇത്ര മണിക്കൂർ കൊണ്ട് പറക്കുന്നതടക്കം അന്തരീക്ഷത്തിന്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ടാണ്. അതിനപ്പുറം ഒരു ലോകം, ഹൈസ്പീഡ് ലോകം, വളരെ വേഗത്തിൽ ചലിക്കാൻ കഴിയുന്ന അന്തരീക്ഷം വിട്ടുകൊണ്ടുള്ള ലോകം. ആ ലോകത്തെ കുറിച്ച് പോലും കൃത്യമായ പഠനങ്ങൾ നടത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പോട്ടെ, ഈ വിശാലമായ ആകാശഭൂമികളെ നിറക്കാൻ കഴിയും. എന്തുകൊണ്ട്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്, ഇത് രണ്ടും ചേർത്ത് പറയുക. മനസ്സിലായോ? നേരത്തെ എന്താ പറയുക? തുലാസിൽ ഏറ്റവും കനം തൂങ്ങാൻ അൽഹംദുലില്ലാഹ് മാത്രം, ആകാശഭൂമികളെ നിറക്കാൻ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്. വസ്സലാത്തു നൂറുൻ,
നിസ്കാരം എന്താണ്? നിസ്കാരം എന്താണ്? പ്രകാശമാണ്. നിസ്കാരം പ്രകാശമാണ്. വസ്സദഖതു ബുർഹാൻ. വസ്സദഖതു ബുർഹാൻ എന്ന് പറഞ്ഞാൽ സദഖ എന്നുള്ളത് ബുർഹാനാണ്. ബുർഹാൻ എന്ന് പറഞ്ഞാൽ തെളിവ്. എന്തിനുള്ള തെളിവ്? സദഖ ബുർഹാനാണ്. അതെന്താണ്? സദഖ തെളിവാണ്. എന്തിനുള്ള തെളിവ്? സദഖ എന്ന വാക്ക്, ആ വാക്ക് എന്തെങ്കിലും ഒരു വാക്കായിട്ട് പരിചയം തോന്നുന്നുണ്ട്. സദഖ ഏത് വാക്കുമായിട്ടാണ് പരിചയം തോന്നുന്നത്? സിദ്ഖ്. എന്താണ് സിദ്ഖ്? സിദ്ഖ് എന്ന് പറഞ്ഞാൽ എന്താ? സത്യസന്ധത. ഒരു മനുഷ്യന്റെ ഈമാൻ അത് സിദ്ഖിലുള്ള ഈമാനാണ് അവൻ ബോധ്യപ്പെടുന്നത് എപ്പോഴാണ്? സദഖ ചെയ്യുമ്പോഴാണ്. അവന്റെ ഈമാൻ, ആ ഈമാൻ സത്യസന്ധമാണെന്നതിന് തെളിവാണെന്ത്? സദഖ നൽകുക. അപ്പോ ആ സദഖ എന്നുള്ളത് ബുർഹാനാണ്. എന്തിനുള്ള ബുർഹാൻ? അവന്റെ ഈമാനിലുള്ള വിശ്വാസത്തിനുള്ള ബുർഹാനാണ് എന്നാണ് ഹബീബിന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോ നിഫാഖില്ല എനിക്ക് എന്നതിന് തെളിവാണ് ഞാൻ നൽകുന്ന സദഖകൾ. ഇനി നിങ്ങൾ നോക്കൂ, നാലാമതായ ഖിയാമുൽ ലൈൽ. ഒരു മനുഷ്യന് നിഫാഖ് ഉരുക്കളയാൻ, ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള മറ്റൊന്നാണ് എന്ത്? രാത്രിയിൽ എഴുന്നേൽക്കുക, എന്നിട്ട് നിസ്കരിക്കുക. പ്രത്യേകിച്ച് ഇപ്പോ നിസ്കരിച്ചാൽ കൂലി കൂടുതലാണ്. ഉമർ റളിയല്ലാഹു അൻഹു തണുപ്പ് കാലത്തെ പറ്റി പറഞ്ഞതുപോലും എന്താണ്? അത് വിശ്വാസിയുടെ സുവർണകാലമാണ്. എന്ത്? ഈശിത. ഈ പറയുന്ന തണുപ്പ് കാലം എന്നുള്ളത് വിശ്വാസികളുടെ സുവർണകാലമാണ്. കാര്യം എന്താ? ഈ നേരത്ത് ഖിയാമുൽ ലൈലിൽ എഴുന്നേൽക്കാന്ന് പറഞ്ഞാൽ അത് കുറച്ചൊന്നുമല്ല, കുറച്ച് കൂടുതൽ കൂലി തരേണ്ട കേസാണ്. അപ്പൊ അത് അവന് പ്രയോജനപ്പെടുന്നതാണ്. ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് വുളു എടുക്കുമ്പോൾ ആ വുളുവിന് കൂലി കൂടുതലുണ്ട്, മനസ്സിലാക്കണം. അപ്പൊ ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കാരം എന്നുള്ളത് നിഫാഖിനെ ഓടിക്കും നിങ്ങളിൽ നിന്ന്, പായിക്കും നിങ്ങളിൽ നിന്ന്. അഞ്ചാമതായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനുള്ള മനസ്സാണ്. പടച്ചവന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനുള്ള, അള്ളാഹുവിന്റെ മാർഗത്തിൽ എപ്പോഴും പ്രവർത്തിക്കാനുള്ള, ഞാൻ റബ്ബിന്റെ മാർഗത്തിൽ പൊടിപിരണ്ടുകൊണ്ടിരിക്കുന്ന എപ്പോഴും ആ അടയാളം എന്നിൽ ഉണ്ടായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു മുഅ്മിൻ മരിക്കുന്നത് നെറ്റിത്തടം വിയർത്തുകൊണ്ടാണ്. ആ നെറ്റിത്തടം വിയർത്ത് ആ അള്ളാഹിന്റെ മാർഗത്തിൽ പണിയെടുത്തുകൊണ്ട് മരിക്കാൻ, അതിന്റെ ഉപാറുകൾ, അതിന്റെ പൊടികൾ നമ്മുടെ ശരീരത്തിൽ, എന്തേ നീ ഇങ്ങനെയായത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നീ ഇത്രമാത്രം മുഷിഞ്ഞു പോയി എന്ന് ചോദിച്ചാൽ അള്ളാഹിന്റെ മാർഗത്തിൽ പണിയെടുത്തതാണ്. ആ ഒരു മനസ്സ് രൂപപ്പെടുത്തുക. ആറാമതായി കൊണ്ട് അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുക. കാര്യം നേരത്തെ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. എന്തു പറഞ്ഞു? ലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലൻ. മുനാഫിഖ് വളരെ കുറച്ച് മാത്രമേ എന്തെടുക്കുള്ളൂ? അള്ളാഹുവിനെ ദിക്ർ ചെയ്യുള്ളൂ. മാത്രമല്ല വേറൊരു പ്രത്യേകത ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. സൂറത്തുൽ മുനാഫിഖൂൻ, മുനാഫിഖുകളെ പറ്റി പറയുന്ന ആയത്ത്, അതിന്റെ അവസാന രണ്ടായത്ത്. മുനാഫിഖ് എന്ന സൂറത്ത് ഓതി നോക്കിയാൽ അവസാനത്തെ ആയത്ത് വെള്ളിയാഴ്ചകളിൽ പലപ്പോഴും ഇമാമുമാര് ഓതാറുണ്ട്. ഏതാണ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ തടയാൻ പാടില്ല. എന്തിൽ നിന്ന്? അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന്, റബ്ബിനെ കുറിച്ച് ദിക്ർ ചെയ്യുന്നതിൽ നിന്ന് ഒരിക്കലും നിങ്ങളെ തടയാൻ പാടില്ല. എന്ത് തടയാൻ പാടില്ല? കച്ചവടവും തടയാൻ പാടില്ല. ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കാൻ പോയതാണ്, അതുകൊണ്ടാണ് ഇതൊന്നും ഇല്ലാത്തത് എന്ന് പറയാൻ പാടില്ല. എന്താണ്, എന്റെ ദീനൊന്നും ഇല്ലേ എന്ന് ചോദിച്ചാൽ, ഞാൻ ബിസിയാണ്, ഞാൻ എന്റെ സമ്പത്തിന്റെ കാര്യത്തിൽ ഓടുകയാണെന്ന് പറയാൻ പാടില്ല. ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക്, ഒരുത്തൻ അങ്ങനെയായാൽ ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവനാണ് തോറ്റവൻ, അവനാണ് പരാജിതൻ. ഇതാണ് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇത് എവിടെയാ പറഞ്ഞത്? അല്ലാഹു ഈ ആയത്ത് എവിടെയാ പറഞ്ഞത്? സൂറത്തുൽ മുനാഫിഖൂൻ. നിങ്ങൾ മുനാഫിഖ് ആകാതിരിക്കാൻ അങ്ങനെ ആവണമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി മാത്രമല്ല, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മുടെ ദുആയിൽ അതുണ്ടോ? അള്ളാഹ് എന്നെ മുനാഫിഖ് ആക്കല്ലേ എന്ന് ദുആ ഉണ്ടോ? സത്യസന്ധമായിട്ടാ ചോദിച്ചേ, ഉണ്ടോ? പക്ഷേ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, അഊദു ബില്ലാഹി മിനൻ നിഫാഖ്. ഏത് നിസ്കാരം കഴിഞ്ഞാലും
എത്രത്തോളം അത്തഹിയാത്തിൽ പോലും അദ്ദേഹം അത് പ്രാർത്ഥിക്കുമായിരുന്നു. അത്തഹിയാത്തിന്റെ സ്വഭാവം നമുക്കറിയാം. അത്തഹിയാത്തിന്റെ ലഫ്ലുകൾക്ക് പുറമെ നബി പറഞ്ഞാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എന്തെടുത്തോളൂ, അള്ളാഹിനോട് ആ സമയത്ത് ചോദിച്ചോളൂ. സുജൂദിലും ചോദിക്കാം, അത്തഹിയാത്തിലും ചോദിക്കാം. മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനോട് ചോദിക്കുമായിരുന്നു, എന്ത്? അല്ലാഹുമ്മ അഊദു ബിക മിനൻ നിഫാഖ്. ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളും നിഫാഖുമായിട്ട് എന്താ ബന്ധം? അബൂദർദായിനോട് നിങ്ങളും നിഫാഖുമായിട്ട് എന്താ ബന്ധം? അദ്ദേഹം തിരിച്ചു ചോദിച്ചു, മയ്യഅ്മനുൽ ബലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബലാ വരുന്നതിൽ നാക്കാടോ നിർഭയത്വമുള്ളത്? കാര്യം ഇന്ന് വളരെ മുത്തഖിയായിരിക്കാം, പക്ഷേ ഒരു സെക്കൻഡ് കൊണ്ട് ഫിത്ന ബാധിച്ച് അവൻ തെറ്റിപ്പോയി എന്ന് വരാം. അതുകൊണ്ട് തന്നെ ആർക്കാണ് നിർഭയത്വമുള്ളത് എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചു എന്നാണ്. അവിടെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമയം അവസാനിക്കുമ്പോൾ അല്ല, കുറച്ചു കഴിഞ്ഞു കൂടുതലായി എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇത് ഒരു മുഅ്മിനായ മനുഷ്യൻ ഏറ്റവും ഗൗരവത്തോടെ കാണുകയും നാളെ പാരത്രിക ലോകത്തെ വിജയത്തിനു വേണ്ടി പണിയെടുക്കുമ്പോൾ, അധ്വാനിക്കുമ്പോൾ അവിടെ നമുക്ക് തടസ്സമായി കടന്നു വരുന്ന ഈ ദുർവൃത്തിയെ പൂർണ്ണമായി അകറ്റി നിർത്തുവാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ഈ ഉദ്യമം അവൻ ഖബൂൽ ചെയ്യുകയും പൂർണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.